ഓണച്ചന്തകളിൽ സപ്ലൈകോ വില വർദ്ധിപ്പിച്ച സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി കൺസ്യൂമർ ഫെഡ്. പഞ്ചസാര ഉൾപ്പെടെ 4 ഉൽപ്പന്നങ്ങൾക്ക് സപ്ലൈകോ വില കൂട്ടിയപ്പോഴാണ് കൺസ്യൂമർ ഫെഡ് പഴയ നിരക്ക് തുടരുന്നത്. സപ്ലൈകോ ഓണം മേളയിൽ 36 രൂപ വിലയുള്ള പഞ്ചസാര 27 രൂപയ്ക്കാണ് കൺസ്യൂമർ ഫെഡിന്റെ ഓണം വിപണിയിൽ വിൽക്കുന്നത്. ഹോൾസെയിൽ വിപണിയിലെ വിലക്കയറ്റം മൂലം വില കൂട്ടിയെന്ന് സപ്ലൈകോ പറയുമ്പോഴാണ് അതേ ഹോൾസെയിൽ വിപണിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ കൺസ്യൂമർ ഫെഡ് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത്. ചില ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസം ഇങ്ങനെയാണ്. സപ്ലൈകോയിൽ മട്ട അരിയുടെ വില 33 രൂപയാണ്. അതേ മട്ടയരിക്ക് കൺസ്യൂമർ ഫെഡിലെ വില 30 രൂപയും. പഞ്ചസാരയ്ക്ക് 9 രൂപയുടെ വ്യത്യാസമാണുള്ളത്. കൺസ്യൂമർ ഫെഡിൽ നിന്നും 27 രൂപയ്ക്ക് വാങ്ങുന്ന പഞ്ചസാരയ്ക്ക് സപ്ലൈകോയിൽ കിലോയ്ക്ക് 35 രൂപ നൽകണം. കൺസ്യൂമർ ഫെഡിലെ തുവരപ്പരിപ്പിന്റെ വില 111 ആണ്. സപ്ലൈകോ വില 115. അതായത് വിലക്കയറ്റം പറഞ്ഞ് സപ്ലൈകോ കൂട്ടിയ സാധനങ്ങൾ കൺസ്യൂമർ ഫെഡ് വിൽക്കുന്നത് പഴയ സബ്സിഡി വിലയ്ക്ക് തന്നെ. സപ്ലൈകോയേക്കാളും വില കുറച്ച് കിട്ടുന്ന അത് ഡിപ്പെൻഡ്സ് ആണ്. ഓരോ സമയത്ത് ഉണ്ടാകുന്ന ടെൻഡറിങ്ങിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് പർച്ചേസിങ്ങിൻ്റെ മോഡ് അനുസരിച്ചാണ് ആ വില വേരിയേഷൻ വരുന്നത്. ഇപ്പം മാർക്കറ്റിൽ പൊതുവെ വിപണിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആ വർധനവിന് മുമ്പേ തന്നെ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്തുകൊണ്ട് വില കുറച്ച് വിൽക്കുവാൻ കൺസ്യൂമർ ഫെഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാരിൽ നിന്ന് സ്ഥിരമായി സബ്സിഡി ലഭിക്കുന്ന സ്ഥാപനമാണ് ഭക്ഷ്യവകുപ്പിന് കീഴിലെ സപ്ലൈകോ. സഹകരണ വകുപ്പിന് കീഴിലെ കൺസ്യൂമർ ഫെഡിനാകട്ടെ ഉത്സവച്ചന്തകളുടെ കാലത്ത് മാത്രമാണ് സബ്സിഡി ലഭിക്കുക. പർച്ചേസ് വില കൂടിയതിനെ തുടർന്ന് സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചത് അടുത്തിടെയാണ്. എന്നാൽ പഴയ നിരക്കിൽ തന്നെ ഉൽപ്പന്നങ്ങൾ നൽകിയാൽ മതിയെന്നാണ് സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡിന് നൽകിയ നിർദ്ദേശം. രണ്ടിടത്തെയും വില തമ്മിലുള്ള വ്യത്യാസം സപ്ലൈകോയുടെ വില കൂട്ടിയതിനുള്ള ന്യായീകരണം തള്ളിക്കളയുന്നതാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സുനിഷ അയലൂരുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുനിഷ, കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ സപ്ലൈകോ ഓണച്ചന്ത തുടങ്ങാനിരിക്കെ വലിയ രീതിയിൽ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നു. ഇന്നിപ്പോൾ കൺസ്യൂമർ ഫെഡ് ഈ വില വർദ്ധിപ്പിച്ച സാധനങ്ങൾ വില കുറച്ച് വിൽക്കുന്നു. എന്താണ് സുനിഷ വിശദാംശങ്ങൾ? തുളസി, അത് തന്നെയാണ്. സപ്ലൈകോയിൽ ഒരു 4 സാധനങ്ങൾക്ക് വില കൂടിയത് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതും ഓണവിപണിയുടെ പശ്ചാത്തലത്തിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് അതായത് സർക്കാർ സ്ഥിരമായി സബ്സിഡി നൽകുന്ന സ്ഥാപനമാണ് സപ്ലൈകോ. ഒപ്പം തന്നെ അത് ഭക്ഷ്യവകുപ്പിന് കീഴിൽ വരുന്നതാണ്. മറ്റൊന്ന് സഹകരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത്. നേരത്തെ തന്നെ സപ്ലൈകോ പറഞ്ഞിരുന്നത് പർച്ചേസ് വില കൂടിയത് കാരണം ഇത്തരത്തിൽ വില വർധനവ് ഉണ്ടാകുന്നു എന്നതായിരുന്നു. പക്ഷേ കൺസ്യൂമർ ഫെഡിൽ നിന്നും ഇതേ സാധനങ്ങൾ, അതായത് സപ്ലൈകോയിലുള്ള ഇതേ സാധനങ്ങൾ കൺസ്യൂമർ ഫെഡിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് വില കുറയുന്നു എന്നതാണ്. അതായത് 27 രൂപയാണ് കൺസ്യൂമർ ഫെഡിൽ പഞ്ചസാരയ്ക്കുള്ളത്. പക്ഷേ അത് സപ്ലൈകോയിൽ നിന്ന് വാങ്ങുമ്പോൾ 36 രൂപ, പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ 36 രൂപ നൽകേണ്ടി വരുന്നു എന്നതാണ്. ഒപ്പം തന്നെ മട്ടയരിക്ക് 30 രൂപയാണ് കൺസ്യൂമർ ഫെഡിൽ നിന്ന് വാങ്ങുമ്പോൾ നൽകേണ്ടി വരുന്നത് എങ്കിൽ സപ്ലൈകോയിൽ നിന്ന് നൽകുമ്പോൾ അത് 33 രൂപയിലേക്ക് മാറുന്നു എന്നതാണ്. ഒപ്പം തന്നെ തുവരപ്പരിപ്പ് നോക്കുകയാണെങ്കിൽ പോലും 111 രൂപയാണ് കൺസ്യൂമർ ഫെഡിൽ നിന്നിരിക്കെ 114 രൂപയാണ് അത് സപ്ലൈകോയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വ്യത്യാസം നമുക്ക് നേരിയ തോതിലെങ്കിലും 9 രൂപയുടെയും 8 രൂപയുടെയും അടക്കം വ്യത്യാസം കൺസ്യൂമർ ഫെഡിലും ഒപ്പം തന്നെ ഈ സപ്ലൈകോയുമായിട്ടുള്ള ഈ വ്യത്യാസമായി കാണാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ 250 കോടി രൂപയായിരുന്നു സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകിയിരുന്നത്. പിന്നാലെയാണ് കൺസ്യൂമർ ഫെഡിൻ്റെ ഓണച്ചന്തയും തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഉദ്ഘാടനം അടക്കം കഴിഞ്ഞത്. അതിൽ 16 കോടിയോളം രൂപ ഈ നൽകുകയും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഈ ഓണ ഉത്സവ സമയങ്ങളിലാണ് കൺസ്യൂമർ ഫെഡ് ഇത്തരത്തിൽ സബ്സിഡി സാധനങ്ങൾ നൽകുന്നത് എന്നതാണ്. പക്ഷേ നേരത്തെ ഉള്ള വില എന്താണോ അതേ വിലയിൽ നൽകിയാൽ മതി എന്നതായിരുന്നു സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡിന് നൽകിയ നിർദ്ദേശവും. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതേ രീതിയിൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന നിരക്കിൽ തന്നെ കൺസ്യൂമർ ഫെഡ് കൊടുക്കുകയും ഈ സമയം സപ്ലൈകോ വില കൂട്ടിയത്, അത് രണ്ടും തമ്മിലുള്ള അന്തരം അത് കൂട്ടുകയും ചെയ്തത്. ഈ പറഞ്ഞതുപോലെ ഹോൾസെയിൽ വിപണിയിൽ അത് വിലക്കയറ്റമാണ് ഇത്തരത്തിലുള്ള സപ്ലൈകോ വില വർധനവിന് കാരണമെന്ന് പറയുമ്പോൾ പോലും ഈ കൺസ്യൂമർ ഫെഡും അതേ ഹോൾസെയിൽ വിപണിയിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പർച്ചേസ് വില മാത്രം പറഞ്ഞ് സപ്ലൈകോയിലെ വില വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിലെ സാങ്കേതികത്വമാണ് നിലവിലേതായാലും ഇവിടെ ചർച്ചയാകുകയും ചെയ്യുന്നത്. നിലവിലേതായാലും സപ്ലൈകോയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വില കുറവിൽ ചില സാധനങ്ങൾക്ക് അത് ഈ കൺസ്യൂമർ ഫെഡിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. തുളസി, ശ്രുതി. സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഓണം അടുത്തപ്പോൾ ശ്രുതി, സപ്ലൈകോ വില കൂട്ടുന്നു, കൺസ്യൂമർ ഫെഡ് വില കുറയ്ക്കുന്നു. അത്തരത്തിൽ ഓണം ഏതായാലും അടുത്തു കഴിഞ്ഞു. ശ്രുതി, ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു? ഒരുക്കങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ, അത്തം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ ഇനിയും. തീർച്ചയായിട്ടും.